ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോണേ സെബ്രോണിക്സിൻ്റെ തണ്ടർ എന്ന് പറഞ്ഞ ഹെഡ്സെറ്റാണ്. അപ്പോൾ ഈ തണ്ടർ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇടിവെട്ടാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇടിവെട്ട് സൗണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം ഇത് 699 രൂപ, വെറും 700 രൂപ മാത്രം വിലയുള്ള ഒരു ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇതിൽ മെയിനൊക്കെ എന്താ ഫീച്ചേഴ്സ് എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് നമുക്കൊരു SD കാർഡ് ഇട്ട് സെപ്പറേറ്റ് മ്യൂസിക് സേവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് മ്യൂസിക് കേൾക്കാവുന്നതാണ്. അത് എല്ലാ ഹെഡ്സെറ്റും ഇല്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നോർമൽ പോലെ എല്ലാ ഹെഡ്സെറ്റുള്ള പോലെ എല്ലാ ഓപ്ഷനും ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റുള്ള ഹെഡ്സെറ്റിലില്ലാത്ത ഏത് ഫീച്ചേഴ്സൊക്കെയാണ് ഈ ഹെഡ്സെറ്റിൽ വരുന്നതെന്നാണ് നമ്മൾ നോക്കണേ. ഈ വിലയിൽ മാത്രം കമ്പയർ ചെയ്യുക, വേറെ ഒരുപാട് വിലയിൽ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ ഇതിൻ്റെ അകത്ത് നോയ്സ് ക്യാൻസലേഷൻ വരുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്, പക്ഷേ അതൊന്നും ഒട്ടും കിട്ടുന്നില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു 40mm ഡ്രൈവറാണ് ഇവർ കമ്പനി പറയുന്നത്, പക്ഷേ അത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഡ്രൈവർ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ വിലയുടെ കാര്യം മാത്രം കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഇപ്പോൾ കാണിച്ച USB കേബിൾ ഉണ്ടല്ലോ, ഇത് 5 പൈസയ്ക്ക് കൊള്ളില്ല, അത്ര മോശം USB കേബിളാണ് ഇതിനോട് തന്നിരിക്കുന്നത്. AUX കേബിൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ വിലയിൽ മെയിൻ ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡുവൽ പെയറിങ് സപ്പോർട്ട് ചെയ്യും ഈ ഹെഡ്സെറ്റിൽ. അതാരും ചിന്തിക്കാത്തൊരു ഫീച്ചേഴ്സാണ്. ഡുവൽ പെയറിങ് സപ്പോർട്ട് ചെയ്യുന്ന സെബ്രോണിക്സിൻ്റെ ഏറ്റവും വില കുറഞ്ഞൊരു ഹെഡ്സെറ്റ്. ചിലപ്പോൾ വേറൊരു മാർക്കറ്റിലുള്ള ഹെഡ്സെറ്റിൽ തന്നെ ഡുവൽ പെയറിങ് ഈ വില ഒരിക്കലും വരുന്നില്ല, പക്ഷേ ഇതിൽ ഡുവൽ പെയറിങ് വരുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് വരുന്നത്. അതപ്പം അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ളൊരു ഹെഡ്സെറ്റ് തന്നെയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് അസിസ്റ്റൻ്റായ ഗൂഗിളും അലക്സയും, ഈ 2 വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് ഈ ഹെഡ്സെറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയുള്ള ഹെഡ്സെറ്റാണ്. ഈ വോയിസ് അസിസ്റ്റൻറ്റും ഇതുപോലെ ഡുവൽ പെയറിംഗ് ഒന്നും ഈ വില വേറെ ഹെഡ്സെറ്റിലേ വരുന്നില്ല. എന്നാൽ തന്നെ ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഫ്ലെക്സ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം ബെൻഡ് ചെയ്താലും അത്യാവശ്യം ഫ്ലെക്സിബിളാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ വിലയിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് ഹെഡ്സെറ്റ് വാങ്ങാൻ നോക്കുവാണെങ്കിൽ സെബ്രോണിക്സ് എന്നായാലും ഒന്ന് നോക്കുക. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി വളരെ ചീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോവുക, ബെൻഡാവുക, അത് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് അവർ പറയണ 60 മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയണത്, പക്ഷേ അത്രയൊന്നും കിട്ടുന്നില്ല കേട്ടോ. അത്യാവശ്യം ഒരു 3 ദിവസം 4 ദിവസമൊക്കെ അത്യാവശ്യം നമുക്ക് ഫുൾ ബാറ്ററി ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഓടിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ നല്ലൊരു ക്വാളിറ്റി ഞാൻ ആ ബാറ്ററിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ അതെനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഹെഡിൽ വയ്ക്കുമ്പോഴായാലും നിങ്ങൾക്ക് അത്യാവശ്യം കംഫർട്ടാണ്. ഇതിൻ്റെ കുഷനായാലും അത്യാവശ്യം സോഫ്റ്റാണ്. SD കാർഡ് സ്ലോട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അത് വളരെയധികം നല്ലൊരു ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നി. കാരണം പാട്ട് സേവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പ്ലേ ബാക്ക് ചെയ്യാം, പ്രത്യേകിച്ച് നെറ്റില്ലാത്തപ്പോഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.